നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിസിഷൻ എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ടേം ഇൻഷുറൻസ് പ്ലാൻ. എന്തുകൊണ്ടാണ് പല ആളുകളും ടേം ഇൻഷുറൻസ് പ്ലാൻ അവരുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താത്തത് എന്നതിന് ഒരു കാരണം, മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം തിരിച്ചു കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന കാരണം. അതിന് ഒരു സൊല്യൂഷൻ ആയിട്ട് ഇപ്പൊ ഈ പ്ലാന്റെ പേര് പോലെ തന്നെ ടാറ്റ പരം രക്ഷക് പ്രോ സൊല്യൂഷൻ എന്താണ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ മേജർ പോർഷനും മാർക്കറ്റിലേക്ക്, അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. നല്ല എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് സംഭവിച്ചാൽ നമുക്ക് സം അഷ്വേർഡ്, അതായത് ടേം ഇൻഷുറൻസ് പ്ലാനിന്റെ ബെനിഫിറ്റും ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നല്ലൊരു കോർപ്പസ്, നല്ലൊരു ഞാൻ ഇന്ന് യൂട്യൂബ് വീഡിയോയുടെ കവറിൽ പറഞ്ഞ പോലെ 5 കോടി രൂപ 10 കോടി രൂപ വരെ നമുക്ക് ബെനിഫിറ്റ് കിട്ടാവുന്ന, നമ്മുടെ ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ടേം പ്ലാൻ, വളരെ ഒരു നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് ഈ പ്ലാൻ വന്നിട്ടുള്ളത്. മുഴുവൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ആദ്യമായി ഈ പ്ലാന്റെ മേജർ ആയിട്ടുള്ള 6 ബെനിഫിറ്റുകളെ കുറിച്ച് നോക്കാം. അതിനുശേഷം പ്ലാന്റെ എലിജിബിലിറ്റി കണ്ടീഷൻ, പിന്നെ നമുക്ക് പ്ലാന്റെ അവസാനത്തിൽ, വീഡിയോയുടെ അവസാനത്തിൽ ഒരു ഇല്ലുസ്ട്രേഷൻ, അതായത് എത്ര അടച്ചാൽ എത്ര കിട്ടും എന്നുള്ള കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യാം. 6 മേജർ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദ മണി അതായത് പോകുന്നത് മാർക്കറ്റിലേക്കാണ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ്. 30% മാത്രമാണ് ലൈഫ് ഇൻഷുറൻസിലേക്ക് പോകുന്നത്, 70% സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ്. അതായത് നമ്മൾ അടയ്ക്കുന്നത് 1 ലക്ഷം രൂപയാണെങ്കിൽ 30,000 രൂപ ഇൻഷുറൻസിലേക്കും 70,000 രൂപയോളം മാർക്കറ്റിലേക്കുമാണ് പോകുന്നത്. ലോങ് ടേമിൽ അറിയാമല്ലോ, നമ്മളുടെ ഒരു 10, 20, 30 കൊല്ലം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞാൽ മണി എത്ര ഗ്രോ ചെയ്യും എന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ റിട്ടേൺ ഓഫ് മോർട്ടാലിറ്റി ചാർജസ്, ഈ മോർട്ടാലിറ്റിക്ക്, അതായത് മരണം സംഭവിച്ചാലുള്ള ചാർജ് പിടിക്കുന്നുണ്ടല്ലോ, ആ ചാർജ് 10ാമത്തെ വർഷം തിരിച്ചു തരും. 2x, അതായത് എത്രയാണോ പിടിച്ച അതിന്റെ ഇരട്ടി 2x ആയിട്ട് തിരിച്ചു തരും. അതും അപ്പൊ 10 കൊല്ലം കൊണ്ട് ഒന്നും അൺഫോർച്ചുനേറ്റ് സംഭവിച്ചില്ലെങ്കിൽ മോർട്ടാലിറ്റി ചാർജ് തിരിച്ചു കിട്ടും എന്നർത്ഥം. അതുപോലെ തന്നെ റൈഡേഴ്സ് പ്രീമിയം, റൈഡേഴ്സ് എന്തെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ആക്സിഡന്റ് ഡെത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ റൈഡേഴ്സ്, ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രീമിയവും മെച്ചൂരിറ്റിയിൽ, ഒന്നും സംഭവിച്ചില്ലെങ്കിൽ മെച്ചൂരിറ്റിയിൽ തിരിച്ചു തരും. പിന്നെ പാർഷ്യൽ വിഡ്രോവൽ അവൈലബിൾ ആണ് 5 ഇയേഴ്സ്. സാധാരണ യൂലിപ് പ്ലാനുകളിലുള്ള പോലെ തന്നെ ഈ പ്ലാനിൽ മിക്സ് ആണ്, അതായത് ടേം ഇൻഷുറൻസ് പ്ലാനും യൂലിപ് പ്ലാനിന്റെ ഒരു മിക്സ് ആയിട്ടാണ് ഈ പരം രക്ഷക് പ്രോ സൊല്യൂഷൻ വന്നിട്ടുള്ളത്. പാർഷ്യൽ വിഡ്രോവൽ അവൈലബിൾ ആണ് 5 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ATC, നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം ATC ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ഇനി കുറച്ചുകൂടി ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ലൈഫ് ഇൻഷുറൻസ് കവർ ഉണ്ട്. നമുക്ക് 1 കോടി 2 കോടി അങ്ങനെ എത്രയാണോ നമുക്ക് നമ്മുടെ ശരിക്കും ആനുവൽ ഇൻകം ഇൻറ്റു 20 എന്നാ പറയുന്നത്. അതായത് നമുക്ക് 10 lakhs ആണ് ആനുവൽ ഇൻകം എങ്കിൽ 2 crore കവേർഡ് ആവണം. അപ്പൊ ലൈഫ് ഇൻഷുറൻസ് നമുക്ക് ടേം പ്ലാൻ എത്ര കവറേജ് വേണം എന്ന് സെലക്ട് ചെയ്യാം. ആക്സിഡന്റ് ഡെത്ത് റൈഡർ ഇൻബിൽറ്റ് ആണ് ഇതിൽ, അതായത് നമുക്ക് ആക്സിഡന്റ് ഡെത്ത് റൈഡർ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടതില്ല, ഇതിൽ ഇൻബിൽറ്റ് ആണ്. അതിൽ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നിന്നാണ് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ച് ഡെത്ത് സംഭവിക്കണമെങ്കിൽ നമുക്ക് ഡബിൾ എമൗണ്ട് കിട്ടും. മീൻസ് 1 കോടി നമ്മൾ ആക്സിഡന്റ് ഡെത്ത് ഇൻഷുറൻസ് എടുത്തു, 1 കോടി നമുക്ക് ലൈഫ് ഇൻഷുറൻസ് സംരക്ഷണം ഉണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് നിന്നാണ് ആക്സിഡന്റ് ഡെത്ത് സംഭവിക്കണമെങ്കിൽ നമുക്ക് 1 crore എന്നുള്ളത് 2 crore കിട്ടും. അപ്പൊ ടോട്ടൽ നമുക്ക് 3 crore കിട്ടും. അത് വേറൊരു കമ്പനികൾക്കും കാണാത്ത ഒരു ബെനിഫിറ്റ് ആണ്. അതുപോലെ ടെർമിനൽ ഇൽനെസ് ബാധിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ, ടെർമിനൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗം ബാധിച്ച് 6 മാസത്തിനുള്ളിൽ രോഗി മരണപ്പെടും എന്ന് ഡോക്ടറിന്റെ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10% ഓഫ് സം അഷ്വേർഡ് അപ്പൊ തന്നെ റിലീസായി കിട്ടും. അതായത് 1 കോടിയാണ് സം അഷ്വേർഡ് എങ്കിൽ 10 ലക്ഷം രൂപ റിലീസായി കിട്ടും. ബാക്കി എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചാൽ ബാക്കിയുള്ള എമൗണ്ടും തിരിച്ചു കിട്ടും. ഈ വീഡിയോ, പരം രക്ഷക് പ്രോ സൊല്യൂഷൻ എന്ന പ്ലാന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലൈക്ക് ചെയ്യുക. ഈ പ്ലാന്റെ എലിജിബിലിറ്റി കണ്ടീഷൻ നോക്കാം. എലിജിബിലിറ്റി ഏജ് അറ്റ് എൻട്രി 18 to 65, 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് ഈ പ്ലാൻ എൻ്റർ ചെയ്യാം. ബേസ് കവർ 100 വയസ്സ് വരെ നമുക്ക് ഈ പ്ലാൻ കണ്ടിന്യൂ ചെയ്യാം. അതായത് നമുക്കിപ്പം 40 വയസ്സിലെടുത്തു, നമുക്ക് 100 വയസ്സ് വരെ കവറേജ് വേണമെങ്കിൽ 100 വയസ്സ് വരെ നമുക്ക് എടുക്കാം. ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് നമുക്ക് 85 വയസ്സ് വരെയാണ് എടുക്കാൻ സാധിക്കുന്നത്. പോളിസി ടേം 30 മുതൽ 82 വർഷം വരെ പോളിസി ടേം ഉണ്ട്. പ്രീമിയം പേയിങ് ടേം നമുക്ക് മിനിമം ലിമിറ്റഡ് പ്രീമിയം ഉണ്ട്, 5 കൊല്ലം എടുക്കാം. അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് നമുക്ക് പ്രീമിയം അടച്ചു പോകുന്ന വെർഷനും ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. മിനിമം പ്രീമിയം 20,000 രൂപയാണ് മിനിമം പ്രീമിയം വേണ്ടത്. അതുപോലെ തന്നെ പ്രീമിയം ഫ്രീക്വൻസി മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി മോഡുകൾ നമുക്ക് എടുക്കാം. മിനിമം കവറേജ് 50 ലക്ഷം രൂപയെങ്കിലും മിനിമം കവറേജ് നമ്മൾ സെലക്ട് ചെയ്യണം. മാക്സിമം ലിമിറ്റിന് ലിമിറ്റ് ഇല്ല. ആക്സിഡന്റ് ഡെത്തിന് നമുക്ക് റൈഡർ എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം 5 കോടി രൂപ വരെയുള്ള ആക്സിഡന്റ് ഡെത്ത് റൈഡർ ആണ് എടുക്കാൻ സാധിക്കുന്നത്.
ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു 30 വയസ്സുള്ള ഒരു മെയിൽ പ്ലാൻ എടുക്കുന്നു, 12 കൊല്ലം പ്രീമിയം ടേം എടുക്കുന്നു. ആൾക്ക് 50 കൊല്ലത്തേക്ക് 80 വയസ്സ് വരെ സം അഷ്വേർഡ് വേണം. 1 കോടി സം അഷ്വേർഡ് കവറേജ് എടുക്കുന്നു. ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് 90 ലക്ഷം എടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് പ്രീമിയം വരുന്നത് 1,700,000 രൂപയാണ് പ്രീമിയം വരുന്നത്. കൃത്യമായി നിങ്ങളുടെ ഏജും എത്ര കൊല്ലം അടയ്ക്കും, എത്ര കൊല്ലം വരെ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീമിയം എനിക്ക് എടുത്തു തരാൻ സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിൽ അതായത് 30 വയസ്സുള്ള ആള് 12 കൊല്ലം പ്രീമിയം പേയ്മെന്റും 80 വയസ്സ് വരെ നമുക്ക് കവറേജ് കിട്ടുന്ന ഈ സിനറിയോയിൽ നമുക്ക് ഡെത്ത് സംഭവിച്ചാൽ, അതായത് ഡെത്ത് എപ്പോൾ സംഭവിച്ചാലും നമുക്ക് 1 കോടി രൂപ കിട്ടും. ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ IRDAയുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് 4%, 8% മാത്രമേ നമുക്ക് റിട്ടേൺ കാണിക്കാൻ പാടുള്ളൂ കസ്റ്റമറോട് ആ ഇല്ലുസ്ട്രേഷൻ ഓഫ് ബെനിഫിറ്റ്സിൽ. അങ്ങനെയാണെങ്കിൽ 8%ത്തിൽ നമുക്ക് 83,34,061 രൂപ നമുക്ക് 80ാമത്തെ വയസ്സിൽ കിട്ടും, 8% സിനോറിയോയിൽ. പക്ഷേ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. 12 to 15% എങ്ങനെയാലും വർക്ക്ഔട്ട് ആവുമെന്ന് എല്ലാവർക്കും അറിയാം. 12% സിനോറിയോ നമ്മൾ എടുത്തു നോക്കിയാൽ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് 12% സിനോറിയോയിൽ 5 കോടി രൂപ വരെ എമൗണ്ട് എത്തും. അപ്പോൾ യൂഷ്വലി നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നും 12% ഒക്കെ സുഖമായിട്ട് കഴിഞ്ഞ 10 ഇയർ റിട്ടേണിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ 50 കൊല്ലത്തെയാണ് പറയുന്നത്, എങ്ങനെയാലും വർക്ക്ഔട്ട് ആവും. അപ്പൊ നമുക്കൊരു 5 കോടി രൂപ ഒരു എസ്റ്റേറ്റ് ക്രിയേഷൻ എന്നുള്ള പോലെയും, അതായത് നമ്മളൊരു ടേം പ്ലാൻ എടുക്കുന്നു, ടേം പ്ലാനിൽ ഡെത്ത് സംഭവിച്ചാൽ നമുക്ക് നോമിനിക്ക് 1 കോടി കിട്ടുന്നു. ഡെത്ത് ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 5 കോടി രൂപ വരെ നമുക്കൊരു എസ്റ്റേറ്റ് ക്രിയേഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇൻ ബിറ്റ്വീൻ നമുക്ക് പാർഷ്യൽ വിഡ്രോവൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കോമ്പിനേഷൻ പ്ലാനാണ് പരം രക്ഷക് പ്രോ സൊല്യൂഷൻ. ടാറ്റ പരം രക്ഷക് പ്രോ സൊല്യൂഷനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. നമ്മൾ ഈ ടേം പ്ലാൻ ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ ബ്രാൻഡുകൾ, നല്ല ബ്രാൻഡിൽ നിന്ന്, ടാറ്റ പോലത്തെ നല്ല ബ്രാൻഡുകളിൽ നിന്ന് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇതിൽ നമ്മൾ ഇല്ലാത്തപ്പോൾ കിട്ടേണ്ട എമൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും വിശ്വസ്തമായ ബ്രാൻഡുകളിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പ്ലാൻ പർച്ചേസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഈ പ്ലാനിന്റെ ഇല്ലുസ്ട്രേഷൻ ഓഫ് ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിലും ഒക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യാം ഈ നമ്പറിൽ, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. ലൈഫ് ഇൻഷുറൻസ് ഏതെങ്കിലും കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം, വിളിക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.